അപ്പോൾ ആശങ്കയുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണ സംവിധാനത്തിന് തെരഞ്ഞെടുപ്പിന് സംശയമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷണർ പരസ്യമായിട്ട് മറുപടി പറഞ്ഞു മാപ്പ് പറയണമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഏത് ഇലക്ഷൻ കമ്മീഷണറാണ്? രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഭൂമി കുംഭകോണത്തിൽ ആരോപണം നേരിട്ട ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. അപ്പോൾ അവരൊക്കെ ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുകയും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞു പോകണമെന്നാണ്. അതുകൂടി താങ്കൾ പറഞ്ഞാൽ പൂർത്തിയായി. അല്ലെങ്കിൽ താങ്കൾ ആക്ഷേപിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോകും. ഇനി അജിം സൈ, എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് റേഷൻ കിട്ടണം. ശരി, ഓക്കെ അജിം സൈ, ഈ രാജ്യത്ത് അല്ല, ഞാൻ പറയാം. താങ്കൾ അസ്വസ്ഥമാകല്ലേ. നമ്മൾ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടും ആണല്ലോ പറയുന്നത്. താങ്കൾ അസ്വസ്ഥമാകണ്ട. താങ്കൾക്കുള്ള അതേ ആശങ്ക തന്നെയാണ് ഞാനും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് റേഷൻ കിട്ടണമെങ്കിൽ, അതായത് അതിദരിദ്ര പട്ടികയിലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം ഉറപ്പാക്കാൻ വേണ്ടി പോലും ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു രാജ്യത്ത്, ആദ്യം ശ്രദ്ധിക്കണം, റേഷൻ കിട്ടാൻ ബയോമെട്രിക് പഞ്ചിങ് കൊണ്ടുവന്ന ഒരു രാജ്യത്ത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ആൾക്ക് പോലും വോട്ടവകാശം കിട്ടുന്നു എന്നുള്ളത് വല്ലാത്ത ദുര്യോഗമാണ്. അത് മാത്രമല്ല, ഈ രാജ്യത്തെ പൗരന്മാരെ അന്യവൽക്കരിക്കാൻ, അവരുടെ പൗരത്വം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒളിച്ചു കിടത്തുന്ന SIR പദ്ധതി പോലും നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന SIR നടപ്പാക്കുന്ന ഒരു രാജ്യത്താണ് ബ്രസീലിയൻ മോഡലുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ, 10 ബൂത്തുകളിലായി 22 വോട്ട് ചെയ്ത ബ്രസീലിയൻ മോഡൽ ഉണ്ടെന്ന് പറയുമ്പോൾ BJP രാജ്യസ്നേഹം മൂത്ത് ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറിയിരിക്കുക. ഇത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, ബ്രസീലിയൻ ജനതാ പാർട്ടി. അല്ലെങ്കിൽ 5.25 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. 1.25 ലക്ഷം ബ്ലർഡ് ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിൽ വരുന്നു. 93,000-ഓളം വോട്ടർമാർക്ക് വീടില്ല ഹരിയാനയിൽ. അപ്പൊ ഇവർ കക്കൂസ് പണി നടത്താൻ വന്ന ഗവൺമെന്റ് ആണ്. പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് എന്തിനാ? കക്കൂസ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ. വീട് പണി പൂർത്തിയാക്കിയിട്ട് ബാക്കി കക്കൂസ് പണിയാൻ വന്ന ആളുകൾ 93,000-ഓളം മനുഷ്യർക്ക്, വോട്ടർ പട്ടികയിൽ പേരുള്ള മനുഷ്യർക്ക് വീടില്ല. അതുകൊണ്ട് 0 വോട്ട് എന്ന് പറയുന്നു, 0 വീട്ട് നമ്പർ എന്ന് പറയുന്നു. 2 കോടി വോട്ടർമാരുള്ള വോട്ടർ പട്ടികയിൽ ഏകദേശം 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാർ, 8-1 വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. 12% വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ ഷാബു പ്രസാദിന്റെ ചോദ്യമാണ്, ഈ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തെന്ന്? ഇവർ വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ്? ഇവർ വോട്ട് ചെയ്തെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഇവർ നേരിട്ട് വന്ന് വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ്? ഈ സിസ്റ്റത്തെക്കുറിച്ച് താങ്കൾക്കുള്ള സംശയം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ സംശയം, 8-1 മനുഷ്യൻ കള്ള വോട്ട് ചെയ്തു എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ സഹിതം ഫാക്ട് പുറത്തു വച്ചിട്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. മറുപടിയില്ല. എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത്? ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അജീബ് സേ. ഇവിടെ 10 ബൂത്തുകളിലായി 22 കള്ളവോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസീലിയൻ മോഡലിന്റെ പേരിന് ഉപയോഗിച്ച ഒരു പേര് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. സത്യവതി ദേവി. ഏത്? ഇവിടെ ഗീത, സരസ്വതി, ഇങ്ങനെ കുറെ ദൈവനാമങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വോട്ട് ഇവർ വോട്ട് ചേർത്തിട്ടുള്ളത്. കള്ള വോട്ട് ചേർക്കാൻ ദൈവനാമങ്ങൾ വരെ ഉപയോഗിക്കുന്ന BJP ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടി കൂടിയാണ്. രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ സകല രാമവിശ്വാസികളുമായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളുടെയും ആ വിശ്വാസത്തിന്റെ മേൽ കൊള്ളയടിച്ചിട്ട് രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ, മേൽക്കൂരയിൽ വരെ ഓട്ടയുണ്ടാകുന്ന രീതിയിൽ, മതിൽ കെട്ടിയതിൽ വരെ അഴിമതി നടത്തിയ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയായിട്ടുള്ള അവരെ പിന്തുണയ്ക്കുന്ന RSS അദൃശ്യ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാര സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അതിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ കാണുക. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇവിടെ തൊട്ടടുത്ത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി സ്വന്തം ഡ്രൈവറെ പോലും വല്ലവന്റെ വീട്ടിൽ കള്ളവോട്ട് ചെയ്ത് വിജയിച്ചപ്പോ ഈ രാജ്യത്താകമാനുള്ള സംഘികളെ, ആലത്തൂരിലെ ഒരു RSSകാരനെ, മലപ്പുറത്ത് ഒരു BJPക്കാരനെ വരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചു, മോഷ്ടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിലാ പാർലമെന്റിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമെന്ന്. ഇവര് ബ്രസീലിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടില്ല അജിംസെ, ഇത് കട്ടെടുത്ത വിജയമാണ്. ഇത് വോട്ട് ചോരി മാത്രമല്ല, സർക്കാർ ചോരിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ആക്ഷേപമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, 100 കണക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു. മറുപടി വേണ്ടേ?